സമൂഹ മനസാക്ഷിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കുറ്റകൃത്യങ്ങളുടെ വേരുകൾ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർ പിടിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും കുറ്റകൃത്യങ്ങളുടെ എണ്ണം ദിനം തോറും കൂടി വരും. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി, അഴിമതിയിൽ ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, കുറ്റകൃത്യങ്ങളുടെ ചോരപ്പാടുകളിൽ സത്യത്തിന്റെ പൊരുൾ തേടി ശേഷം വീണ്ടും എത്തുന്നു. മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ വനത്തിനുള്ളിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കുപ്പുസ്വാമി, അജിത എന്നിവരുടെ മരണവാർത്ത പത്രമാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ പുകമറയാക്കിക്കൊണ്ട് നിരവധി കൊലപാതകങ്ങൾ അട്ടപ്പാടി പോലുള്ള വനമേഖലകളിൽ നടക്കുന്നുണ്ട്. അതും തണ്ടർബോൾട്ട് പോലുള്ള പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള മേഖലകളിൽ. ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ പുറലോകം അറിയാതെ അവിടുത്തെ പ്രാദേശിക ദിനപത്രങ്ങളുടെ ഉൾപേജുകളിൽ മാത്രമായി കുരുങ്ങിപ്പോകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാലക്കാട് ജില്ലയിലെ ചോനക്കാട് എന്ന സ്ഥലത്തെ ചിരട്ടോലിപ്പാറയിൽ ബെന്നി ദേവസ്യ കൊല്ലപ്പെട്ടത്. ബെന്നിയുടെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ തെളിയിക്കാൻ ഇതുവരെയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ബെന്നിയും സുഹൃത്തും കൂടി രാത്രി മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ബെന്നിക്ക് വെടിയേൽക്കുന്നത്. ബെന്നി ആരോ മനഃപൂർവ്വം കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ്. മാവോയിസ്റ്റ് ആണോ വെടിവെച്ച ആരാന്നുള്ളത് അറിയില്ല. 2 പേര് കൂടുതൽ എന്തായാലും അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ബെന്നി ചിത്രങ്ങളെടുത്ത് നടക്കുന്നതിനിടയിൽ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. പോലീസ് പറയുന്നു മാവോയിസ്റ്റാണ്. മാവോയിസ്റ്റിൻ്റെ അനൂപ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ബെന്നിയെ കൊന്നിട്ടില്ല എന്ന് പറയും. കാരണം ഒരു മീഡിയയിൽ ഒരിക്കലും അത് പുറത്തു വിടരുത് എന്നാണ്. 5 വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഫോട്ടോഗ്രാഫറായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നു. അപ്പം എവിടെയെങ്കിലും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. അതിനങ്ങനെ ക്യാമറയായിട്ട് പോകുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ കുറച്ച് കാലം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ വീട്ടുകാർ കുറച്ച് എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും പുള്ളിയുടെ നല്ല ക്യാരക്ടർ കൊണ്ട് തന്നെ ഇവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു. 2 വർഷം 9 മാസം മാത്രമാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് പുള്ളിക്ക് ഇത് സംഭവിച്ചത്. കുട്ടിക്ക് ഇപ്പോൾ 3 വയസ്സായി. അദ്ദേഹം മരിക്കുമ്പോൾ 2 വയസ്സ് തികയുന്നുള്ളൂ. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു ബെന്നി. ഫോട്ടോഗ്രാഫിയോടുള്ള അതിയായ ആഗ്രഹവും ബെന്നിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായിരുന്നു. ബെന്നിയുടെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ തെളിയിക്കാൻ ഇതുവരെയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തിൽ പോലീസും തണ്ടർബോൾട്ടും തമ്മിൽ പോരടിക്കുകയാണ്.
ബെന്നിയുടെ മരണത്തിന് പിന്നിൽ തണ്ടർ ബോൾട്ടാണെന്ന് മാവോയിസ്റ്റുകളും മാവോയിസ്റ്റുകളാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസും പറയുന്നു. മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലായിരുന്നു. സംഭവിക്കുന്നതിൻ്റെ അന്ന് ഒരു 9 മണിയോടുകൂടി എനിക്ക് വിളിച്ചിരുന്നു. സംസാരിച്ചപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചിണ്ടാക്കി നായ്ക്കുണ്ട് അങ്ങനെ സ്ഥലപ്പേര് പറഞ്ഞു. അവിടെയാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളി. ചിണ്ടാക്കിയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലാണ്, കുഴപ്പമൊന്നുമില്ല, ഞാനും ഷെല്ലിച്ചേട്ടനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു 4 കിലോമീറ്ററോളമേ വണ്ടി പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് ഒരാൾക്ക് തന്നെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പാറയിൽ കൂടെയൊക്കെ ചാടിയൊക്കെ വേണം പോകാനായിട്ട്. എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് 2 വല കെട്ടിയിട്ടിട്ടുണ്ട്, പിന്നെ ഒരു വീശുവല കൊണ്ടുവന്നിട്ടുണ്ട്, അത് എറിയണം. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം അന്നെന്തോ ഭയങ്കര പേടി തോന്നിയായിരുന്നു, ഇവർ രണ്ടുപേരും മാത്രമായതുകൊണ്ട്. അപ്പോൾ എന്തിനാണ് നീ പേടിക്കുന്നത്, നിനക്കറിയില്ലേ എനിക്ക് പേടിയൊന്നുമില്ലയെന്ന്. ഇവിടെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, വല്ല വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ വല്ല മാവോയിസ്റ്റുകളോ എന്ന് അന്ന് പറയുകയും ചെയ്തു എന്നോട്. അങ്ങനെ അവരെയൊക്കെ പേടിച്ചാൽ പോരെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ബെന്നിയും സുഹൃത്തും കൂടി രാത്രി മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ബെന്നിക്ക് വെടിയേൽക്കുന്നത്. ഇതൊരു ആസൂത്രിത നീക്കമായിരുന്നു. ഞങ്ങളൊരു രാത്രി 10 മണിക്ക് അറിയുന്നു. അപ്പോഴത്തേനും പോലീസും ആൾക്കാരും ഒക്കെ അവിടെ ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നാട്ടുകാരൊക്കെ എത്തിയായിരുന്നു. ഞങ്ങളിവിടുന്ന് മുക്കാലി ചെന്ന് വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അന്നത്തെ റേഞ്ച് ഓഫീസർ ജോഷിൽ നിന്നാണ് പേര്. അങ്ങേര് പറഞ്ഞു, നിങ്ങൾ ഈ രാത്രിക്ക് ഇനി ആ വഴിക്ക് പോകണ്ട, മാവോയിസ്റ്റാണോ വെടിവെച്ച് ആരാന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് നിങ്ങളും ഇനി അപകടത്തിൽ പോയി പെടണ്ട, അതുകൊണ്ട് നേരം വെളുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിന് അവിടെ 6 മണിയാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബെന്നി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സി ആയിട്ട് വളരെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാവോയിസ്റ്റാണ് ചെയ്തത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഊരുകളിലും ഒക്കെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് ഞങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഈ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ 2 വ്യക്തികൾ, ഒരാൾക്ക് വെടിയേറ്റ് കഴിയുമ്പോഴത്തേക്കിനും അയാൾക്ക് സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം വെടിയേറ്റ് കഴിയുമ്പോൾ അവിടെ നമുക്ക് മരവിക്കും. അങ്ങനെ വെടിയേക്കുന്ന ഒരാൾക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമില്ല, കാരണം അവിടെ മരവിച്ചു പോകും. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ വേദനകൾ വരുള്ളൂ. അപ്പോൾ ചോദിച്ചില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഷെല്ലി പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് വല കെട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബെന്നിക്ക് ഫോൺ വന്നപ്പം ബെന്നി ഈ ഫോണിൽ റേഞ്ച് കുറവായത് കാരണം കുറച്ച് മേളിലേക്ക് ഇങ്ങനെ കയറി പോയി. അപ്പോഴത്തേക്കിനും ഒരു ലൈറ്റ് വെട്ടം കണ്ടു. കൂട്ടുകാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ മേളിലോട്ട് കയറി ചെല്ലുമ്പം വെടിയേറ്റു എന്നും, ആ വെടിയേറ്റ് കയറ്റി ഞാൻ ഓടി ചെല്ലുകയാണ് ചെയ്തത്. അന്നേരം വെള്ളം ചോദിച്ചു. വെള്ളം തോർത്തിൽ പുഴയിൽ മുക്കിയിട്ട് വെള്ളം വായിലിടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ തോർത്ത് കൊണ്ട് തന്നെ കാലേ കെട്ടിയതിന് ശേഷം ആളെ വിളിക്കാനായിട്ട് ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു 2-2.5 മണിക്കൂറായി. 2.5 മണിക്കൂറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ബ്ലഡ് വാർന്നു പോയിരുന്നു. അദ്ദേഹം രണ്ടാമതും വെള്ളം ചോദിച്ച് ഞാൻ വെള്ളം കൊടുത്തു. ഇദ്ദേഹം മരിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്.
നടന്ന് തിരിച്ച് വന്നു. ഈ വണ്ടി നിർത്തിയേക്കുന്ന ജംഗ്ഷനിൽ വന്ന ആൾക്കാരെ കൂട്ടി വീണ്ടും തിരിച്ചു ചെന്നു. അവിടെ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും ബെന്നി മരിച്ചു എന്നാണ് പറയുന്നത്. ചേട്ടായി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടെയുള്ള ഒരാൾക്ക് ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ രക്ഷപ്പെടുത്താനല്ലേ ആദ്യം നോക്കുള്ളൂ. തോർത്തെടുത്തിട്ട് കാലിൻ്റെ മേലായിട്ട് വട്ടം കെട്ടി വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരിച്ച് നടക്കില്ല. അപ്പം ഞങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ പോയി തിരിച്ചു വന്നപ്പോൾ വെള്ളം ചോദിച്ചു എന്ന് അറിഞ്ഞ്. വെള്ളം ചോദിച്ചപ്പോൾ ചേട്ടായി ഈ തോർത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞ് വായിലൊഴിച്ചു കൊടുത്തു. ഒന്നും പറയാനുള്ള സാവകാശം കിട്ടിയില്ല. അവനെനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം ഇവന് 2 പേരല്ല 2 പേര് കൂടുതൽ എന്തായാലും അവിടെ പോയിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഈ വെടിയേറ്റ സമയത്ത് ഒരു ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം 2.5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു മുറിവെന്ന്, ഒരു വെടിയേറ്റ് പോയ മുറിവെന്ന് ബ്ലഡ് പെട്ടെന്ന് പറഞ്ഞു പോകും. ഇവൻ ഈ വെടിയേറ്റു എന്ന് പറയുന്ന സമയത്ത് ഇവൻ കുറച്ച് പേരുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെന്നി ഈ സ്വർണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഈ ഞങ്ങളുടെ ഈ അടുത്തുള്ളൊരു വീട്ടിലെ കുട്ടി അവനെ ഫോൺ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇവനെന്താ ചെയ്തത്, വിളിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് പറഞ്ഞ് എനിക്കിവിടെ നിന്നിട്ട് കേൾക്കുന്നില്ല, ഞാൻ കുറച്ചും കൂടെ കയറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷെല്ലിയുടെ അടുത്ത് നിന്ന് ഇവന് കല്ലിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി മാറി നിന്നത്. അവിടെ നിന്നാണ് ഈ വെടി കേൾക്കുന്നത്. അപ്പോൾ ഇവളി വിളിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ വെടി കേട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മരിച്ച ബെന്നിയുടെ ബ്ലഡും വേറൊരു ബ്ലഡും വന്നെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പറയണത്, ബ്ലഡ് റിപ്പോർട്ടിലാണ് പറയണത്. പക്ഷേ ഇത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നെന്നും കൂടെ അറിയണമല്ലോ. എന്തായാലും അവർ പറയുന്നുണ്ട്, തറപ്പിച്ച് പറയുന്നുണ്ട് ബ്ലഡ് കണ്ടെന്ന്. പക്ഷേ ഇത് എവിടുന്ന് വന്ന എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഒരുപക്ഷേ ബെന്നി ചിത്രങ്ങളെടുത്ത് നടക്കുന്നതിനിടയിൽ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ചിത്രങ്ങളെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കൂടുതൽ നമ്മൾ ഈ കഞ്ചാവ്, അതുപോലെ തന്നെ വ്യാജച്ചാരായ ലോബികൾ, അങ്ങനെ പല വിധത്തിലുള്ള അനധികൃതമായ പ്രവൃത്തികൾ നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറുമാണ്. ഇദ്ദേഹം ഒരുപക്ഷെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സംശയങ്ങളും പലരും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഉണ്ട കിട്ടിയില്ല എന്ന് പറയുന്നു. എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെയല്ല. അവൻ അവിടെ കിടന്ന് ഒത്തിരി മാരി പെരുകിയിട്ടുണ്ട്. ഇവനെ ഷെല്ലി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവനവിടെ വരെ ഞാൻ കയ്യെ പിടിച്ച് കൊണ്ടുവന്നു, കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ഷെല്ലിക്ക് എന്തോ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഷെല്ലി ഇവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ലല്ലോടാ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കരഞ്ഞത്. പക്ഷേ FIR-ന്റെ കോപ്പി തന്നിട്ടുണ്ട് അവർ. ആ FIR-ന്റെ കോപ്പിയിൽ ഷെല്ലി മൊഴി കൊടുത്തപ്പോൾ ഷെല്ലി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ബെന്നി ആരോ മനഃപൂർവ്വം കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണെന്ന്. അന്ന് നമുക്കത് വായിച്ചപ്പോൾ ഒന്നുമില്ല, അത്രയൊന്നും അല്ലാണ്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്കത് നോക്കുമ്പോൾ പുള്ളി പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കുമല്ലോ. അന്ന് ആ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ എന്തെങ്കിലും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് പുള്ളി പറയില്ലല്ലോ. അവരെന്തൊക്കെയോ ടെസ്റ്റുകൾ കയ്യെന്ന് ചേട്ടൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തിയെന്നൊക്കെ ചേട്ടായി പറയുന്നുണ്ട്. ആ 10-15 ദിവസം അവിടെ കൊണ്ടിട്ടല്ലോ കടത്തിയപ്പോൾ അവർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ തൂക്ക ഒരു 10 വർഷത്തിനുള്ളിൽ പിടിച്ചിട്ടില്ല എന്നുള്ള തെളിവുണ്ട്. അങ്ങനെ അവിടെ റിപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു തെളിവുമില്ല, കൊന്നുവെന്നോ ഒരു തെളിവുമില്ല. മരിച്ചത് എങ്ങനെയാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതാണ്. അത് ചെയ്യാത്ത പക്ഷം അവർ ഇപ്പോൾ കിട്ടിയ ഒരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഇപ്പോൾ വിളിപ്പിക്കുക മാസത്തിലൊന്ന് ചേട്ടായി അവിടുന്ന് കാശില്ലാതെ കടം വാങ്ങിച്ച്, പലിശയ്ക്ക് കടം വാങ്ങിച്ച് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ തല്ലാണ് എന്നും കിട്ടുന്നത്. ശരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ഇദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ആരെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഇദ്ദേഹം പറയാതിരിക്കുന്നതായിരിക്കാം. ബെന്നിയുടെ മരണത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിലുള്ള വ്യക്തിയെ നുണ പരിശോധനയ്ക്ക് ഹാജരാക്കാമെന്ന് പോലീസ് ഉറപ്പ് കൊടുത്തിട്ടും എന്തുകൊണ്ട്
പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. കെല്ലി എന്ന് പറയുന്ന കഥാപാത്രം തന്നെയായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ, അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരുപക്ഷെ ഈ കേസ് തെളിയാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ചേട്ടായി അങ്ങനെ ചെയ്യില്ല. ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും ചേട്ടായിനെ കുറ്റം പറയാനും ആ കൊലപാതകം ചേട്ടായിയുടെ തലയിൽ കെട്ടിവെക്കാനും അവർ നോക്കുന്നത്. ഇത് ശരിക്കും നാട്ടുകാരെ ഒരു പൊട്ടനാക്കലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പോലീസ് പറയുന്നു മാവോയിസ്റ്റാണ്, മാവോയിസ്റ്റിൻ്റെ അനൂപ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു അങ്ങനെ ഞങ്ങളൊരു ബെന്നിയെ കൊന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് 3 രീതിയിലാണ് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വന്നേക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയോ, മാവോയിസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് പറ്റിയോ, ഇനി വല്ല മയക്കുമരുന്ന് ലേബിയായിട്ടുള്ള വല്ല ഇടപാടിൽ അങ്ങനെ പറ്റിയോ എന്നും സംശയിക്കാനുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഈ വനത്തിൽ മാവോയിസ്റ്റിനെ തേടിയെത്തിയ തണ്ടർബോൾട്ടാണോ അതോ പോലീസ് പറയുന്നത് പോലെ മാവോയിസ്റ്റുകളാണോ ബെന്നിയുടെ മരണത്തിന് പിന്നിൽ? ഫോറസ്റ്റുകാർക്ക് അങ്ങനെ തോക്ക് ഉപയോഗിക്കാനുള്ള ഇതില്ല, ഇവിടെ ഇതുവരെ ഇല്ല. അത് മാവോയിസ്റ്റിൻ്റെ സംരക്ഷകരായ ഇതിന് വേണ്ടിയിട്ട് തണ്ടർബോൾട്ടിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫോറസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു നിർത്തിയിരുന്നത്. അപ്പം അവർ മണൽച്ചാക്കും ഇതെല്ലാം വെച്ച് ഇവരവിടെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ അതിന് തൊട്ട് അതിൻ്റെ തലയാഴ്ചയാണ് സൈലൻറ്റ് വാലിയുടെ ജീപ്പ് കത്തിയിലും അവരുടെ കമ്പ്യൂട്ടർ അടിച്ച് തകർക്കലും അവിടുന്ന് മാവോയിസ്റ്റ് സിന്ദാബാദ് എന്നുള്ള വിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തണ്ടർബോൾട്ടിനെ ഈ ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ താമസിപ്പിച്ച് അവരെ അവിടെയായിരുന്നു ഹാൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാവോയിസ്റ്റിൻ്റെ ഈ പേര് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഉൾപ്പെടുന്ന ജനകീയ നീതിവേദി ഈ കേസ് ഏറ്റെടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കും ഏകദേശ പിക്ചർ കിട്ടത്തുള്ളൂ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു കോപ്പി പോലും കിട്ടിയിട്ടില്ല. കാരണം അവർ മീഡിയയിൽ ഒരിക്കലും അത് പുറത്തു വിടരുത് എന്ന് പറഞ്ഞാൽ മീഡിയയിൽ പുറത്തു വിടരുത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിടരുത് എന്ന് ചോദിച്ചപ്പോൾ കാരണം ഈ കേസിൻ്റെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഇത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് അത്രത്തോളം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങളത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കേസിനെ കൂടെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ സത്യാവസ്ഥ പുറലോകം അറിയണമെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ആവശ്യത്തിലാണ് ബെന്നിയുടെ വീട്ടുകാർ. കേസ് എന്തായാലും മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും നല്ലത് തന്നെയാണ്. അവർ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്നൊരു അഭ്യൂഹം കേട്ടു. പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിരുന്നു, CI പറഞ്ഞാണ് കൊടുത്തിരുന്നു, പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ തൃപ്തി ഉള്ളതുകൊണ്ട് അവരെനിക്ക് കേസ് തിരിച്ച് എനിക്ക് തന്നെ തന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് കളക്ടർക്കും ആഭ്യന്തരമന്ത്രിക്കും പിന്നെ മുഖ്യമന്ത്രിക്കും വരെ പരാതി കൊടുക്കേണ്ടി വന്നു ബെന്നിയുടെ വീട്ടുകാർക്ക്. നമ്മുടെ കളക്ടർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു എന്നിട്ടും അതിന് വലിയ ഇതൊന്നും വന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ CID ചോദിച്ചു, സാറേ എന്താണ് ഈ കേസിൻ്റെ, നിങ്ങളല്ലേ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. CBI അന്വേഷിക്കട്ടെ, ഇത് പോലീസും മാവോയിസ്റ്റും ഒന്നുമല്ല, അത് ചെയ്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അറിയാമെങ്കിൽ സാർ അത് പറയണ്ടേ, സാറ് പറയാൻ ബാധ്യസ്ഥനാണ്, കാരണം സാറ് അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ CBI അന്വേഷിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്, അത് CBI അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, എനിക്ക് എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോയാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. സാർ ഇങ്ങനെ ഇത് 1.5 വർഷത്തോളം ആകുന്നു, ഇതുവരെ ഈ കേസിന് ഒരു പെറ്റി കേസിൻ്റെ വില പോലും ഇതിനിതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് സാറ് നിയമസഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹം പറഞ്ഞു ഞാൻ DGPയെ കൊണ്ട് അന്വേഷിപ്പിക്കാം, അദ്ദേഹത്തിന്
ഞാൻ ഇവിടുന്ന് ലെറ്റർ അയച്ചോളാം, നിങ്ങൾ പൊക്കോളൂ, ഇത്രയും ദൂരം വന്നതല്ലേ, നിങ്ങൾ പൊക്കോ, ഞാൻ വേണ്ട കാര്യങ്ങൾ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് തന്നിട്ടുണ്ട്. ബെന്നി മരിച്ചിട്ട് 2 വർഷത്തോടടുക്കുന്നു. 5 വർഷത്തെ പ്രണയം, 2 വർഷവും 9 മാസവും നീണ്ടുനിന്ന ദാമ്പത്യം. ബെന്നിയുടെ 2 വയസ്സു പ്രായമുള്ള മകന് അവൻ്റെ അമ്മയോട് ചോദിക്കാനുള്ളത് തൻ്റെ പപ്പ എപ്പോൾ വരുമെന്നാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഇന്നലെയും കൂടെ ചോദിച്ചു എൻ്റെ പപ്പ എപ്പോഴാണ് അമ്മ വരുന്നതെന്ന്. ആ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് വാക്കുകളില്ല. ഇത്രയും കുറേ നാളൊക്കെ ആയിട്ട് അവന് അടിക്കടിക്ക് ചോദിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പക്ഷെ അവനത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ എപ്പോഴാണ് വരിക, പപ്പ എവിടെയാണ്. അവൻ്റെ മനസ്സിൽ പപ്പയാന്നുള്ളൊരു രൂപം ഹെലികോപ്റ്ററിൽ പൈലറ്റാണ്. എപ്പോഴും ആകാശത്തേക്ക് ചൂണ്ടിയിട്ടാണ് പറയുക, പപ്പ ഹെലികോപ്റ്ററിൽ പൈലറ്റാണ്, പപ്പ അതാ പോകുന്നു എന്ന് പറഞ്ഞു. ഈ ടൈമിലൊക്കെ അങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് എപ്പോഴും ഇരിക്കുന്നുണ്ടാവും. തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ബെന്നിയുടെ ഭാര്യ സുനിതയ്ക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന് എതിര് നിൽക്കുന്ന ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. നാളെ എൻ്റെ മോൻ ചോദിക്കില്ല എന്നോട് എൻ്റെ പപ്പയോട് ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയാൻ, എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ കഴിയണ്ടേ. ഒരു മാസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ നിരന്തരം നിരാഹാര സമരം നടത്താനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ ഇല്ലാത്തവനും ഇവിടെ ജീവിക്കണം, ഇല്ലാത്തവനും ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇല്ലാത്തവനെ തഴഞ്ഞുകൊണ്ട് ഇവിടെ ആന്റണിയെ പോലും പിടിക്കാൻ കാണിച്ച അത്രയും ഉള്ള ഒരാളെ പോലും പിടിക്കാനായിട്ട് ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞെങ്കിൽ ഇവിടെ പോലീസിന് പിന്നെ കഴിവില്ലായ്മ കൊണ്ടല്ല, പോലീസിന് കഴിവുണ്ട്. ഇത് വേണ്ട എന്നുള്ള അല്ലെങ്കിൽ ആരുടെയും സ്വാധീന ശക്തികൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ തെളിയിക്കാതിരിക്കുന്നത്. കാരണം പല കേസുകളും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പല കേസുകളും ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജിഷയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അടുത്ത ബെഹ്റ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സന്ധ്യ മേഡവും ഇങ്ങനെയുള്ള ശ്രീലേഖ IPS ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞപ്പം ഇവർ CBI കൊടുക്കണമെന്നാണ് കേസ്. ആ കേസും CBI കൊടുക്കണമെന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടൊരു കേസാണ്. അതേപോലെ കലാഭവനിൽ. അപ്പോൾ അങ്ങനെ പോലീസിന് ഇവിടുത്തെ പോലീസുകാർ ബ്രില്യൻ്റ് തന്നെയാണ്. പക്ഷേ അവരെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെളിയാതിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവും ഈ അമ്മയുടെ മകൻ്റെ കണ്ണീര് കണ്ടില്ല എന്നാണ് നടിക്കുന്നതെങ്കിൽ ബെന്നിയുടെ മരണത്തിന്റെ സത്യത്തിന്റെ വെളിച്ചം തേടി ഇവരോടൊപ്പം ഇനി ശേഷവും ഉണ്ടാവും. സർക്കാരിനോട് പറയാനുള്ളത്, ഇത് ചെയ്തത് ആരാണോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞങ്ങൾക്കത് കണ്ടെത്തി തന്നേ പറ്റൂ. ശേഷം ഇനി നാളെ രാത്രി 10:30.